ഒരു പ്രകാശത്തിൻ്റെ കാരുണ്യമാണ് നമ്മളെ മുഖ്യമന്ത്രിയുടെ, അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. കാരണം ഭംഗിയായ ഒരു പ്രവർത്തനത്തിൻ്റെ മൂവ്മെൻറ്റാണ് നമ്മളെ മുഖ്യമന്ത്രി കാഴ്ചവെക്കുന്നത്. പക്ഷെ നമുക്ക് ഇനി അറിയിക്കാനുള്ള വിഷയമുണ്ട്. ഇതിന് മുമ്പ് ഞാൻ പല പ്രാവശ്യം സംസാരിച്ചൊരു വിഷയമാണ് സാറേ. എങ്ങനെയാ പറയുക, ഈ കിടപ്പിലായ ഒരു റൂമിനുള്ളിലോ അല്ലെങ്കിൽ ഒരു വീട്ടിനുള്ളിലോ അടയ്ക്കപ്പെട്ടവർക്ക് ഒരു മാസത്തിൽ അല്ലെങ്കിൽ 3 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു മോചനം കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം, ഒരു മെത്തേഡ് ഉണ്ടാക്കണം. കാരണം ഈ ചലിക്കാൻ പറ്റുന്നവർ, വെളിയിൽ പോകാൻ പറ്റുന്നവരെല്ലാവരും വെളിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഇവരാണെങ്കിൽ അടയ്ക്കപ്പെട്ട് റൂമിലോ അല്ലെങ്കിൽ വീട്ടിനുള്ളിലോ, കാരണം ഇഴയാൻ പറ്റുമെങ്കിൽ ആ റൂമിനുള്ളിൽ, ആ വീട്ടിനുള്ളിൽ കിടക്കും. കിടപ്പിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ റൂമിലുള്ള അവസ്ഥയിലാണ്. പിന്നെ അവർ വൃത്തിയാക്കാൻ തന്നെ ആൾക്കാർ പോയില്ലെങ്കിൽ ചിലപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വൃത്തിയാക്കാൻ പറ്റില്ലെന്ന്, ചില ബംബൈസ് വെച്ച് കെട്ടി ഒരു മാതിരിപ്പെട്ട രീതിയിലാക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളൊരു ഏരിയയിൽ കുറച്ച് സഹായം ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവം സ്വീകരിക്കട്ടെ. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംഘടനയെ പോലെ പറയുന്നതെന്ന് പറയാം, പ്രകാശത്തിൻ്റെ കാരുണ്യമാണ് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണത്തിന് മുമ്പുള്ള ഭരണത്തിന്, മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന ശൈലജ മാഡം, ഇപ്പോഴത്തെ മാഡം ഒക്കെ വളരെ ഊർജിതമായിട്ട് ഈ ജനങ്ങളെ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണം, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ്. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഈ അടയ്ക്കപ്പെട്ടവരെ കാര്യത്തിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അവസരം ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. അതിനുള്ള സന്ദർഭം സാറ് അതിനൊരു സന്ദർഭം ഉണ്ടാക്കണം. നമ്മുടെ ഈ പ്രവർത്തനം സാറിനൊന്ന് എത്തിക്കണം, അതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാക്കണം. ഈ ചോദിക്കാൻ അവസരം കിട്ടിയത് ചോദിക്കില്ലേ? തീർച്ചയായിട്ടും ചോദിക്കും. ഞാൻ മുഖ്യമന്ത്രിയുടെ അടുത്തല്ല ആരുടെ അടുത്താലും കാര്യങ്ങൾ ചോദിക്കാനുള്ള സന്ദർഭത്തിനാണ് വേണ്ടത്. കാരണം ഞാൻ PKCSR എന്ന് പറഞ്ഞ് പ്രകാശത്തിൻ്റെ കാരുണ്യം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പക്ഷേ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചിലവരുടെ അടുത്ത് ചോദിക്കുന്നത്, ഇന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വണ്ടി വരുമോ, ഞങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ പറ്റുമോ? ഇന്ന് രാവിലെ ഞാൻ 4 മണിക്ക് ഒരാളെ ബാത്റൂമിലാക്കുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് എത്തുന്നില്ല. കാരണം തീർച്ചയായിട്ടും പ്രകാശം മുഖ്യമന്ത്രി അവരിൽ എത്തിക്കും. അതിനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുക്കണം പ്ലീസ്.